ജോർജ് ജോർജിനെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന വരവ് എന്ന സിനിമയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുന്നത്. ടീസർ പുറത്തിറങ്ങിയതോടെ തന്നെ ഈ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായി ഉയർന്നിരിക്കുകയാണ്. ഷാജി കൈലാസ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മാസ് ആക്ഷൻ സിനിമകളുടെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതേസമയം ജോർജ് ജോർജ് തന്റെ ശക്തമായ പ്രകടനങ്ങളിലൂടെ ഓരോ സിനിമയിലും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടനാണ്. ഈ രണ്ടുപേരും ഒന്നിക്കുന്ന വരവ് ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലറായിരിക്കുമെന്ന് ടീസർ തന്നെ സൂചിപ്പിക്കുന്നു. ടീസറിന്റെ ആദ്യ ഫ്രെയിം മുതൽ തന്നെ ഒരു ഡാർക്ക് ടോൺ, ഇൻറ്റൻസ് മൂഡ്, ശക്തമായ പശ്ചാത്തലം എന്നിവയാണ് കാണാൻ കഴിയുന്നത്. സാധാരണ മാസ് സിനിമകളിൽ കാണുന്ന രീതിയിലുള്ള ഒരു ടീസർ അല്ല ഇത്, മറിച്ച് കഥയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആക്ഷൻ ഡ്രാമയാണ് വരാനിരിക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്നതാണ്. ജോർജ് ജോർജിന്റെ ലുക്ക് ഈ ടീസറിലെ പ്രധാന ആകർഷണമാണ്. പോളച്ചൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. പോളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കഥാപാത്രം തന്റെ നാട്ടിലേക്ക് തിരികെ വരുന്ന ഒരാളായാണ് ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിട്ട ശേഷം പഴയ വൈരങ്ങൾ തീർക്കാനായി തിരിച്ചെത്തുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് സിനിമ പറയുന്നതെന്ന് സൂചനകൾ നൽകുന്നു. പ്രതികാരവും ജീവനോടുള്ള പോരാട്ടവും പഴയ ബന്ധങ്ങളും ചേർന്നൊരു കഥയായിരിക്കും ഇത്. ടീസറിൽ കാണുന്ന ഓരോ ഷോട്ടും ഒരു ഗൗരവമുള്ള കഥയിലേക്ക് നയിക്കുന്നതുപോലെ അനുഭവപ്പെടുന്നു. വരവ് ഒരു ആക്ഷൻ ത്രില്ലർ മാത്രമല്ല, സർവൈവൽ ഡ്രാമയുടെ ഘടകങ്ങളും ഇതിൽ ഉൾപ്പെട്ടിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്ഷൻ രംഗങ്ങൾ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് ആയിരിക്കും. പ്രമുഖ സ്റ്റണ്ട് ഡയറക്ടർമാർ ഒരുക്കുന്ന ഫൈറ്റ് സീനുകൾ വലിയ സ്കെയിലിൽ ആയിരിക്കും എന്ന പ്രതീക്ഷയാണ്. സിനിമയുടെ ലൊക്കേഷൻ കൂടി ശ്രദ്ധേയമാണ്. കേരളത്തിലെ മലനിരകളും മലയോര പ്രദേശങ്ങളും പശ്ചാത്തലമാക്കിയുള്ള ദൃശ്യങ്ങൾ സിനിമയ്ക്ക് ഒരു വ്യത്യസ്ത ഭംഗി നൽകും. മുന്നാർ, മറയൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഷൂട്ടിംഗ് നടന്നതായി റിപ്പോർട്ട് ുകൾ പറയുന്നു. കാസ്റ്റിംഗിലും സിനിമ ശക്തമാണ്. ജോർജ് ജോർജിനൊപ്പം അർജുൻ അശോകൻ, സാനിയ ഇയ്യപ്പൻ, വാണി വിശ്വനാഥ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ടെക്നിക്കൽ ടീമും ശ്രദ്ധേയമാണ്. സുജിത് വാസുദേവ് സിനിമാറ്റോഗ്രഫിയും ഷമീർ മുഹമ്മദ് എഡിറ്റിംഗും സാംസി എസ് സംഗീതവും കൈകാര്യം ചെയ്യുന്നത് സിനിമയുടെ നിലവാരം ഉയർത്തുമെന്ന് ഉറപ്പാണ്. ജോർജ് ജോർജിന്റെ കരിയറിലെ ഏറ്റവും ശക്തമായ ആക്ഷൻ കഥാപാത്രങ്ങളിലൊന്നായിരിക്കും ഇത് എന്ന വിലയിരുത്തലും ഉയരുന്നുണ്ട്. ടീസർ കണ്ട പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ മികച്ച പ്രതികരണങ്ങളാണ് നൽകുന്നത്. ഇത് ജോജുവിന്റെ കരിയർ ബെസ്റ്റ് ആയിരിക്കും. ഷാജി കൈലാസ് വീണ്ടും മാസ് മോഡിലേക്ക് തിരിച്ചുവന്നു. തിയേറ്ററിൽ കാണേണ്ട സിനിമ എന്നിങ്ങനെയാണ് അഭിപ്രായങ്ങൾ. സിനിമയുടെ റിലീസ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും 2026 തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. സിനിമയുടെ ടാഗ് ലൈൻ വാഹപവധ നോട്ട് ധമ ചൗനീ ഭൗധവധന്ധത എന്നതാണ്. ഇത് തന്നെ കഥയുടെ പ്രധാന താളം പ്രതികാരമാണെന്ന് വ്യക്തമാക്കുന്നു. ഷൂട്ടിംഗിനിടെ നടന്ന ഒരു അപകടവും ശ്രദ്ധ നേടിയിരുന്നു. ജീപ്പ് മറിഞ്ഞ സംഭവത്തിൽ ചിലർക്കു പരിക്കേറ്റെങ്കിലും വലിയ അപകടം ഒഴിവായതായാണ് റിപ്പോർട്ടുകൾ. ഇത് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളുടെ തീവ്രത വ്യക്തമാക്കുന്ന ഒന്നാണ്. ഒടുവിൽ പറയാനുള്ളത്, വരവ് ഒരു സാധാരണ സിനിമയല്ല, ശക്തമായ കഥയും മാസ് ആക്ഷനും കൂടിച്ചേർന്ന ഒരു വലിയ തിയേറ്റർ അനുഭവമായിരിക്കും ഇത്. ഷാജി കൈലാസും ജോർജ് ജോർജും ഒന്നിക്കുന്ന ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറാൻ സാധ്യതയുണ്ട്.